നൂറുകണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനായി സംഗമിച്ച കായംകുളം MSM കോളേജിലെ ഈദ്ഗാഹിൽ പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്ക് അർപ്പിച്ച ഐക്യദാർഢ്യം ശ്രദ്ധേയമായി. ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളുടെ വിശുദ്ധ ഭൂമിയാണ് പാലസ്തീൻ. ഗാസയോട് ഐക്യപ്പെടേണ്ടത് മനസാക്ഷിയുള്ള ഏതൊരു ജനതയുടെയും ബാധ്യതയാണെന്ന് സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ്ഗാഹിലെ പെരുന്നാൾ നമസ്കാരാനന്തരം നടത്തിയ പ്രഭാഷണത്തിൽ കൊല്ലം സിറ്റി മസ്ജിദ് ഇമാം ഷറഫുദ്ദീൻ നദ്വി പറഞ്ഞു. കായംകുളത്തെ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി കായംകുളം MSM കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ പൊരുതുന്ന പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചത് ശ്രദ്ധേയമായി. ഏത് മനുഷ്യരെയും പോലെ സ്വതന്ത്രമായി ജീവിക്കാനും സ്വന്തം ഭാഗതയെ നിർണയിക്കാനും ആക്രമിച്ചും കീഴ്പ്പെടുത്തിയും കുടിയിറക്കുന്ന ദാരുണ ചിത്രം ലോകം കഴിഞ്ഞ 7 പതിറ്റാണ്ടായി നിർലജ്ജം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ ജനതയുടെ അനിഷേധ്യമായ അവകാശങ്ങളെക്കുറിച്ച് UN പൊതുസഭ തന്നെ നിർവചിച്ചിട്ടുണ്ട്. പൊരുതുന്ന പലസ്തീൻ ജനതയോട് ഐക്യപ്പെടുന്നു. നെഞ്ചുതുടിക്കും, സഹനം കൊണ്ടവർ താങ്കു തകർക്കും, ആദർശത്താൽ വീര്യം കാട്ടും പലസ്തീൻ മണ്ണിലെ പോരാളികളെ. ലോകത്തെമ്പാടുമുള്ള വിശ്വാസികളുടെ വിശുദ്ധ ഭൂമിയാണ് പലസ്തീൻ. ഗസയോട് ഐക്യപ്പെടേണ്ടത് മനസാക്ഷിയുള്ള ഏതൊരു ജനതയുടെയും ബാധ്യതയാണെന്ന് ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരാനന്തരം നടത്തിയ പ്രഭാഷണത്തിൽ കൊല്ലം സിറ്റി മസ്ജിദ് ഇമാം ഷറഫുദ്ദീൻ നദ്വി പറഞ്ഞു. പലസ്തീൻ ലോകത്തിന്റെ ഹൃദയത്തിലേറ്റ ഒരു മുറിവാണ്. ലോകത്തെ ഏത് മനുഷ്യരെയും പോലെ സ്വതന്ത്രമായി ജീവിക്കാനും സ്വന്തം ഭാഗതയെ നിർണ്ണയിക്കാനും അവകാശമുള്ള മനുഷ്യരാണ് പലസ്തീനിലുള്ളത് എന്നും അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞു. രാജ്യത്തും വിദ്വേഷത്തിന്റെ വിഷം വിതയ്ക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്. അവരെ തിരിച്ചറിയണമെന്നും വിവേകത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വഴി തന്നെയാണ് പുലർത്താനുള്ളതെന്നും ഈദ് സന്ദേശത്തിൽ ഇമാം പറഞ്ഞു. ലോകത്തിലെ ഭീകരശക്തികൾ ഒന്നായി ചേർന്ന് ഒരു കുഞ്ഞു രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യുന്നത് നീതീകരിക്കാനാകില്ല എന്നും ഇതിനെതിരെ ലോക മനസാക്ഷി ഉണരുമ്പോൾ കായംകുളത്തെ ജനതയും ഗസയോട് ഐക്യപ്പെടുകയാണെന്നും സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റി പുറപ്പെടുവിച്ച ഐക്യദാർഢ്യ സന്ദേശത്തിൽ പറഞ്ഞു. ഗസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഫോട്ടോ പോയിന്റും ഈദ്ഗാഹിൽ ഒരുക്കിയിരുന്നു. നമസ്കാരശേഷം പലസ്തീനോട് ഐക്യദാർഢ്യവുമായി കൂറ്റൻ ബാനർ ഉയർത്തിയും മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും വിശ്വാസികൾ പ്രതിഷേധിച്ചു. CDNet ന്യൂസ് കായംകുളം.